ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരു കൊച്ചു ചിത്രം, ഒരിടയൻ്റെ രൂപത്തിൽ ക്രിസ്തു, ആ തിരുത്തോളിൽ ശാന്തമായിരിക്കുന്ന ഒരാട്ടിൻകുട്ടി, നയിക്കുവാൻ കഴിയുന്ന നല്ലവനായ ഇടയൻ്റെ അനുഭവത്തെ വചനം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കേൾക്കുവാൻ ഒരാശ്വാസവും ആനന്ദവും പകരുന്ന വചനമാണത്. ഞാൻ നിങ്ങളുടെ ഇടയനാകുന്നു. കൂടെ നടക്കുന്നവനാണ്, കൂട്ടായി നിൽക്കുന്നവനാണ്, കരുത്തു പകരുന്നതാണ്, കാക്കുന്നവനാണ്. നല്ലൊരറിവുണ്ട്, ആഴമുള്ള ബന്ധമുണ്ട്. ആ സ്വരം കേൾക്കുവാൻ നമുക്ക് സാധ്യമാകുന്നിടത്ത് ജീവിതം തകരുകയില്ല, ജീവിതം നഷ്ടപ്പെടുകയുമില്ല. ഒരു നാശത്തിലേക്കുള്ള പോക്കൊന്നുമല്ലാതെ നന്മയിലേക്കുള്ള തിരിച്ചുവരവാണത്. ഇടയൻ മുന്നേ നടക്കുന്നവനാ. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും ആദ്യം തരണം ചെയ്യുവാൻ ചങ്കൂറ്റമുള്ളവൻ്റെ പേരാണത്. പിന്നാലെ പോകുന്ന ആടുകൾക്ക് ഇടയനെ മാത്രം നോക്കിയാൽ മതി. ഇടയൻ തെളിക്കുന്ന വഴികളിലൊക്കെ അവർക്കൊരാത്മവിശ്വാസമുണ്ട്. കാരണം അത് തെറ്റുന്ന വഴികളിലേക്കല്ല, തകർച്ചയുള്ള ഇടങ്ങളിലേക്കല്ല, നഷ്ടങ്ങളിലേക്കും നാശങ്ങളിലേക്കുമല്ല എന്ന് കൃത്യമായി ബോധ്യമുള്ളതുകൊണ്ടാവണം ധൈര്യത്തോടെ ഇടയൻ്റെ വടി അവർക്കൊരാശ്വാസമാകുന്നത്. ആ കാൽപാദങ്ങളെ അവർ അത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട്. പേര് വിളിച്ച് അവൻ ഓരോരുത്തരെയും കൃത്യമായി തിരിച്ചറിയുന്നുണ്ട്. പേരറിയുക എന്നത് ബന്ധം ആഴമുള്ളതാകുന്നു എന്നതുകൂടിയല്ലേ അർത്ഥം. കാണാതെ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചല്ല, അനുഭവങ്ങളും ആഴപ്പെടേണ്ട ബന്ധങ്ങളെക്കുറിച്ചും തന്നെയാണത്. ഓരോരുത്തരെയും പേര് വിളിച്ച് അവൻ കൂടെ നിർത്തുന്നുണ്ട്. നന്നായി തിരിച്ചറിയുന്ന, നന്നായി മനസ്സിലാക്കുന്നൊരിടയൻ്റെ ജീവിതം നമ്മളെന്തുമാത്രം ധൈര്യപ്പെടുത്തുന്നുണ്ട്. തനിച്ചല്ല നാം എന്ന ഓർമ്മപ്പെടുത്തലാണ്. കൂടെ നിൽക്കുവാൻ, കരുത്തു പകരുവാൻ കൂടെ ഒരിടയനുണ്ടെന്നുള്ളൊരു ഓർമ്മയാണ്. അത് തന്നെയാണ് മുന്നോട്ടുള്ള നമ്മുടെ ജീവിതങ്ങൾക്ക് ശക്തി കിട്ടുന്നത്. വളഞ്ഞ വഴികളും മോശമായ വഴികളിലൂടെയൊക്കെ കടന്നു വരുന്ന, നമ്മളെ നഷ്ടപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ജീവിതത്തെ തെറ്റായ ദിശകളിലേക്ക് ചലിപ്പിക്കുന്ന ഇടങ്ങളെക്കുറിച്ചൊക്കെ നന്നായി ചിന്തിപ്പിക്കുന്നുണ്ട്. അനാവശ്യ സ്വരങ്ങൾ കേൾക്കുകയും ജീവിതം വ്യർത്ഥ വഴികളിലേക്ക് വ്യതിചലിച്ചു പോകുകയും ചെയ്യുന്ന ഇടങ്ങളിലൊക്കെ എന്തുമാത്രം നാം ശ്രദ്ധിക്കണമെന്നാണ് ക്രിസ്തു ഓർമ്മപ്പെടുത്തുന്നത്. നല്ല വഴികളിലൂടെ, വാതിലിലൂടെ കടക്കുവാൻ നമുക്കും പരിശ്രമിക്കാം. അത് നേരിൻ്റെയും നെറിവിൻ്റെയും ഒക്കെ അനുഗ്രഹങ്ങളായി രൂപപ്പെടുന്നുണ്ട്. അവൻ കാക്കുവാൻ കൂടെ നിൽക്കുന്നുണ്ട്. ആ വഴി തിരിച്ചറിയാതെയും ആ വിളി കേൾക്കാതെയും പോകുന്നിടത്താണ് വഴി തെറ്റുന്നതും ജീവിതം നഷ്ടപ്പെടുന്നതും. നമ്മളെ ഇത്ര സുരക്ഷിതമായി കൊണ്ടുപോകുവാൻ കരുത്തുള്ളവർ കൂടെയുള്ളപ്പോൾ അവരുടെ സ്വരങ്ങൾ നമ്മൾ കേൾക്കാതെ പോകുന്നതല്ലേ സർവ്വസങ്കടങ്ങളുടെയും കാരണം. ചില തിരുത്തലുകളും ചില ഓർമ്മപ്പെടുത്തലുകളുമൊക്കെ നൽകി നമ്മളെ സ്നേഹിക്കുന്ന നന്മയുള്ള മനുഷ്യരുണ്ട്. എന്നിട്ടും അവരുടെ സ്വരങ്ങൾക്ക് വില കൽപ്പിക്കാതെ നമ്മുടെ തന്നിഷ്ടങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി സങ്കടങ്ങൾ വിളിച്ചു വരുത്തുന്ന എല്ലാവർക്കും ഒരു ഓർമ്മയായി രൂപപ്പെടട്ടെ നല്ല ഇടയൻ പറഞ്ഞു തരുന്ന നല്ല വാക്യങ്ങൾ. അവൻ്റെ വാക്കുകൾ ശ്രവിക്കുകയും അവൻ്റെ പിന്നാലെയും പോകുന്നവന് ജീവനുണ്ട്, അത് നിത്യജീവനാണ്. വഴിതെളിക്കുവാൻ അറിയുന്നവൻ്റെ പിന്നാലെ നമുക്ക് നടക്കുവാൻ പരിശ്രമിക്കാം. ഇടയൻ ഈ കൂടെ നിൽക്കുന്നവനാണ്. ഇടയൻ വഴിതെളിക്കുന്നവനാണ്. ഇടയൻ തോളിലേറ്റ് നടക്കുന്നവനാണ്. എല്ലാവരെയും പേരെടുത്ത് വിളിച്ച് കൂടെ നിർത്തുവാൻ കഴിവുള്ളവനാണ്. ആ ഇടയനായ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ഒരിടർച്ചയ്ക്കും കാരണമാവുകയില്ല. നല്ല നന്മകളുടെ തുടർച്ചകൾക്ക് അത് കാരണമാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇടയൻ്റെ പിന്നാലെ ഒന്നായി നിൽക്കുന്നിടത്താണ് ജീവിതത്തിൻ്റെ നന്മയും ജീവിതത്തിൻ്റെ സന്തോഷവും അതിനേറെ പകട്ടോടെ അനുഭവിക്കുവാൻ സാധ്യമാകുകയുള്ളൂ. എന്നും ഉരുവിടേണ്ട ഒരു നല്ല വാക്യമായി അത് മാറപ്പെടുകയാണ്. കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ആമേൻ.